പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നാം ദൈവസന്നിധിയിൽ കരഞ്ഞപേക്ഷിക്കുന്നത്, ദൈവസന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് നൽകിത്തരുന്നൊരു ദൈവമുണ്ട്. ഹോശേയയുടെ പുസ്തകം 12-ാം അധ്യായം 4-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു, അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി, അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. ഈ ചരിത്രം നമുക്കറിയാം. പൂർവ്വപിതാവായ യാക്കോബുമായി ബന്ധപ്പെട്ട് യാബോക്കിൻ്റെ കടവിൻ്റെ തീരത്ത് ദൂതനോട് ദൈവസന്നിധിയിൽ കരഞ്ഞപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു പ്രാർത്ഥന. നമ്മുടെയൊക്കെ പ്രാർത്ഥിച്ചു. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 5 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അത് നിരന്തരമായൊരു 1 മാസം പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. നിർത്തുന്നതാണോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന മാത്രമൊന്നും ദൈവം കേൾക്കാൻ പോകുന്നില്ല. ആരുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഒരു ആകുലതയില്ല നമ്മളിപ്പോൾ. ഇന്ന ദൈവദാസനെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷെങ്കിൽ കേൾക്കുമായിരിക്കാം. പുള്ളിയുടെ പ്രസംഗമൊക്കെ വലിയ മെച്ചമുള്ള പ്രസംഗമാണല്ലോ, അപ്പോൾ ആ പുള്ളിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം എന്നൊരു വിശ്വാസത്തിലല്ലേ ചിലർ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥനാ വിഷയങ്ങൾ കൈമാറുന്നത്. നിശ്ചയമായും ആ വിഷയങ്ങൾക്ക് മറുപടി തരും. എന്നാൽ അതിലുപരി പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്നൊരു വിഷയം, യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഏശാവിൽ നിന്ന് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. ഏശാവിന് ലഭിക്കേണ്ട അനുഗ്രഹം അപ്പനിൽ നിന്ന് അമ്മ മുഖാന്തരം പ്രാപിച്ചെടുത്തു. ഇനി വീട്ടിൽ നിന്നാൽ അപകടമുണ്ടാകുമെന്ന് അമ്മ പറഞ്ഞതിനന്തരം യാക്കോബ് വീട്ടിൽ നിന്ന് ഓടി ലാബാന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ഒരു കല്ലെടുത്ത് തലയെണ്ണയായി വെച്ച് താൻ ഉറങ്ങി. ഉറങ്ങുന്ന രാത്രിയിൽ ദൈവം അവൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്നു. സ്വർഗത്തോളം ഉയർന്നിരിക്കുന്ന ഒരു ഗോവേണിയിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. അവിടെ എടുത്തൊരു തീരുമാനം, എന്നെ ക്ഷേമത്തോടെ സൗഖ്യത്തോടെ മടക്കി വരുത്തുമെങ്കിൽ ഞാനിവിടെ യഹോവയ്ക്കൊരു ആലയം പണിയും, യാഗപീഠം പണിയും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു പോയ യാക്കോബ് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ലാബാന്റെ ഭവനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പോയി, ലാബാന്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വലിയൊരു കൂട്ടമായി അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി വരുന്നൊരു കാഴ്ച. എന്നാൽ ഹൃദയത്തിനകത്ത് നീറിപ്പുകയുന്നൊരു വേദന കിടപ്പുണ്ട്, വിഷയം കിടപ്പുണ്ട്. ഏശാവ് പറഞ്ഞ ചില വാക്കുകൾ, അവനെ കണ്ടാൽ ഞാൻ കൊന്നുകളയും, അവനെ കണ്ടാൽ ഞാൻ വെച്ചേക്കുകയില്ല എന്ന് പറഞ്ഞ ചില വാക്കുകൾ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ ദൈവവുമായിട്ട് അതിശക്തമായ ബന്ധപ്പെടാമെങ്കിൽ, അതിശക്തമായി പ്രാർത്ഥനാ റൂമിൽ ദൈവവുമായി സംസാരിക്കാൻ കഴിയുമെങ്കിൽ, ഏതു വലിയ ശത്രുവിനെയും നമുക്കെതിരായവരെയും മിത്രമാക്കി തീർക്കുന്നൊരു ദൈവത്തിന്റെ കരം ചലിക്കും. യാബോക്കിന്റെ കടവിന്റെ തീരത്ത് വന്ന് എല്ലാ ആളുകളെയും, മക്കളെയും, ഭാര്യമാരെയും, ആടുകളെയും എല്ലാം എന്ത് ചെയ്തു? അക്കര കടത്തിയതിനു ശേഷം യാക്കോബ് ആ തീരത്തിരുന്ന് കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹോശേയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, അവൻ ദൂതനോട് പൊരുതി ജയിച്ചു എന്നാണ്. അപ്പൊ പ്രാർത്ഥനയുടെ ഗൗരവമായൊരു വാക്കാണ് പറയുന്നത്, ദൂതനോട് പൊരുതി ജയിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ദൂതനോട് മല്ലു പിടിച്ചു എന്നാണ്. പ്രിയരെ, ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ചിലരെ നോക്കി ഞാൻ പറയുന്നു, നിങ്ങൾ സമയം വേസ്റ്റാക്കി കളയാതെ
ആമേൻ, വന്നുപോയ പരാജയങ്ങളും വന്നുപോയ നിരാശകരമായ ജീവിതവും വന്നുപോയ വീഴ്ചകളും വേദനകളും എല്ലാം നോക്കി ഇനി രക്ഷപ്പെടത്തില്ലെന്ന് വേവലാതിക്കകത്തിരിക്കാനല്ല, മറിച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കി ദൂതനോട് യാക്കോബ് മല്ലുപിടിച്ചതുപോലെ ആമിഷ്ടത്തിന് പൊരുതിയ ജയിക്കാമെങ്കിൽ, ഒരു എൻകൗണ്ടറിന് തയ്യാറാകാമെങ്കിൽ, നാളിതുവരെ പരാജയമെന്ന് നിങ്ങളെ നോക്കി പറഞ്ഞവർ നിങ്ങളെ നോക്കി കൈയടിക്കും. യാക്കോബെ ലാബാന്റെ വീട്ടിൽ അനുഗ്രഹം പ്രാപിച്ചു, ശരിയാ, ഭാര്യമാരെ ലഭിച്ചു, തലമുറകളെ ലഭിച്ചു. മതിയോ യാക്കോബേ? പോരാ, എൻ്റെ പിതൃഭവനത്തിൽ എനിക്കെത്തണം, അതിനൊരു വലിയ കടമ്പ കടക്കണം. പ്രൈസ് ഗോഡ്. സാമ്പത്തികമായ ഒരു പക്ഷെങ്കിൽ അഭിവൃദ്ധി കാണും, ആരോഗ്യപരമായൊരു അഭിവൃദ്ധി കാണും. എന്നാൽ ഇപ്പോഴും ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുന്ന, ആരോടും പറയാൻ കഴിയാതെ കൊണ്ടു നടക്കുന്ന ചില വേദനകൾ കാണാം. ആ വേദനകൾക്കകത്തുനിന്ന് മനുഷ്യർക്ക് കൈത്താങ്ങാൻ കഴിയത്തില്ല, മനുഷ്യർക്ക് കൈതരാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മ പറയുന്നു, പ്രാർത്ഥനാ റൂമിൽ ദൂതനോട് യാക്കോബ് മല്ലുപിടിച്ചതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ റൂം ഒരു യാബോക്കാക്കാൻ കഴിയുമെങ്കിൽ, ഒരു യാബോക്കിൻ്റെ അനുഭവത്തിലൂടെ, ഒരു യാബോക്കിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ വരാൻ കഴിയുമെങ്കിൽ, ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. പ്രാർത്ഥനയുടെ വിഷയങ്ങളുടെ മറുപടി നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കും. നമ്മൾ പരാജയപ്പെട്ട് പ്രാർത്ഥിച്ച് 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 പരാജയപ്പെട്ടു, നിരാശപ്പെട്ടു. ഇനി പ്രാർത്ഥിക്കുന്നില്ല, ബൈബിൾ വായിക്കത്തില്ല, ഇനി ബൈബിളൊക്കെ എടുത്ത് മടക്കി വെച്ച് ഇനി നോക്കത്ത് പോലില്ലെന്ന് പറയും. പക്ഷെ കർത്താവ് ഇടപെടുന്നു, കർത്താവ് ഇടപെടുകയാണ്. നിശ്ചയമായി ദൈവാത്മാവ് സംസാരിക്കുക. ഒരു യാബോക്ക് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. യാക്കോബ് പൊരുതി ജയിച്ചതുപോലെ എനിക്ക് വിടുതൽ തന്നല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയുന്നൊരു യാബോക്ക് വെളിപ്പെടാൻ കഴിയുമെങ്കിൽ, ഈ മണിക്കൂറുകളിൽ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ വേദനയോടിരിക്കുന്ന വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് മറുപടികളായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ കർത്താവിൻ്റെ സന്നിധി നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.